ഹലോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഹായ് കാണിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. രാജസ്ഥാനൊക്കെ കുറേ ദിവസങ്ങൾ രാജസ്ഥാനൊക്കെ നിന്ന് അടിപൊളിയാക്കി. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? വീട്ടിലേക്ക് തിരിച്ചു വന്നതിൽ സന്തോഷമായാ? സന്തോഷമായാ? ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പുതിയതാ കാണിച്ചു തരാട്ടാ. എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ മൊത്തം കാണുന്നുണ്ട് എന്ന് അച്ഛമ്മ അറിഞ്ഞു. അതുകൊണ്ട് പുതിയ നല്ല മുണ്ട്, നല്ല ജാക്കറ്റ്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടാവും? പറ, എത്ര വർഷം പഴക്കമുണ്ടാവും പറ. കൊറേ കൊല്ലമായി എന്ന് പറഞ്ഞാ 10-20 വർഷം ഉണ്ടാവുമോ? അത്ര പഴക്കമുണ്ടാവും? 20 വർഷം പഴക്കമുണ്ടാവും. കണ്ടോ, പുതിയ ഡ്രസ്സ് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. പഴയ ഡ്രസ്സ് മാറ്റി ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കുകയാണെന്ന് പറയുമ്പോഴേക്കും പഴയ ഡ്രസ്സൊക്കെ അല്ലേ വേഗം മാറ്റിയിട്ട് പഴയ ഡ്രസ്സ് കണ്ടോ അവിടെ ഇതിലിട്ടിരിക്കുകയാണ്. കണ്ടോ പഴയ ഡ്രസ്സൊക്കെ. ഏതാ ആള് ഇനി പഴയ പോലെയൊന്നും ആയിരിക്കില്ല അച്ഛമ്മ അല്ലേ? അച്ഛമ്മ ഇവിടെ നോക്ക്. എന്താണെന്നുണ്ട് വിശേഷം? ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരേ കരച്ചിലായിരുന്നു. അതൊക്കെ വീഡിയോയിൽ ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഒരേ കരച്ചിലാണ്. എന്തിനാണോന്നും അറിയില്ല കേട്ടാ. ഹായ് കാണിക്ക്. ഹായ് 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 കൈ കൈ കൈ. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മകനെ നീ പോയ ഓരോ ദിവസം ഞാൻ എണ്ണി നോക്കി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അച്ഛമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അമ്മയും അച്ഛമ്മയായിട്ട് ഏകദേശം 3 വഴക്കൊക്കെ ഉണ്ടായി എന്നാണ് പറയണത് കേട്ടാ. പോയ സമയത്ത് എന്നെയും കാട്ടി കൂടുതൽ ആളുകൾ ചോദിച്ചത് അച്ഛമ്മ എവിടെയാണ്, അച്ഛമ്മ എവിടെയെന്നാണ്. വേറെ പരിപാടികൾ കാണിച്ചു തരാം. ട്രിപ്പ് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. കുറേ നാളുകൾ 10-15-20 ദിവസത്തിൻ്റെ അടുത്ത് അവിടെയായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെ നടന്നു. ഞാൻ രാജസ്ഥാനിക്ക് പോയതും തിരിച്ചു വന്നാക്ക് വിമാനത്തിലായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എയ്റോപ്ലെയിനിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെർബുലൻസ് സംഭവിച്ചു. മൊത്തം വിമാനം ആടി ഇളകാൻ തുടങ്ങി. ഇത് വിമാനത്തിൽ സാധാരണ സംഭവിക്കുന്നതാണെങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം. കുറേ പേര് പേടിച്ച് നിലവിളിക്കുന്നതുകൊണ്ട് ഞാനും പേടിച്ച് വിമാനത്തിന് അപകടം പറ്റിയെന്ന് വിചാരിച്ച് പേടിച്ച് കരഞ്ഞു ഞാൻ. സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇതുപോലെ പേടിച്ചൊരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. കാരണം ഫ്ലൈറ്റിന് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു. പേടിച്ചു, ഞാൻ വിറച്ചു. ഒരു നിമിഷം വീട് പണി, അമ്മ, അച്ഛൻ, കാമുകി, കൂട്ടുകാർ, ഞാൻ യൂട്യൂബ് എല്ലാം ആലോചിച്ച് ടെൻഷനായി കരഞ്ഞു ഞാൻ. പിന്നെയാണ് എയർ ഹോസ്റ്റൊക്കെ വന്നിട്ട് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്, പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ആദ്യം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയപ്പോഴേ പേടിച്ച്, സത്യം പറഞ്ഞാൽ അടുത്തുള്ളവരൊക്കെ പേടിച്ച് കരയണതുകൊണ്ട് നിലവിളിക്കുന്നതുകൊണ്ട് ഞാനും പേടിച്ചു. തിരിച്ച് വരുമ്പോഴേക്കും ലവ് ബേർഡ്സ് ഒരെണ്ണം മരണപ്പെട്ടു കേട്ടാ. ഇപ്പോൾ ഇത് ഒറ്റയ്ക്കായി. ഇനി ഇതിന് കൂട്ടിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടണം. അതുപോലെ തന്നെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്ന് നമ്മുടെ റൂമിലൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. കുറേ നാൾ വെളിയിൽ പോയിട്ട് നല്ല ഭക്ഷണവും കാര്യങ്ങളും കിട്ടാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങി വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമുണ്ടല്ലോ, അത് വേറൊരു ഫീല് തന്നെയാണ് കേട്ടാ. പിന്നെ വേറെ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ യാത്ര പോയ എല്ലാ കാര്യങ്ങളും ഇല്ലേ എൻ്റെ ഈ ഒരു ഡയറിയിൽ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടാ. വീണ് പോയത് ബുർജ് ഖലീഫയിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. കഴിഞ്ഞ കൊല്ലം പോയതാണ് ബുർജ് ഖലീഫ. അവിടെ നിന്ന് പോയ ഫോട്ടോയാണ്. ഇനി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഡയറി അത്രയ്ക്ക് ഓർമ്മകളാണ്. ഇപ്പോൾ ഇതിലില്ലേ ഞാൻ ഒരു ദിവസം എത്ര ചിലവായി, എന്തൊക്കെ സ്ഥലങ്ങൾ പോയി, ഫ്ലൈറ്റ് കയറിയതിൻ്റെ ടിക്കറ്റ്, അങ്ങനെ എല്ലാം, ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് തൊട്ട് എല്ലാം അങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്ഥലങ്ങളുടെ എല്ലാം. എന്തിന്? മരുഭൂമിയിൽ പോയപ്പോൾ അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി മണൽ വരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മണൽ വരെ അവിടുത്തെ ഓർമ്മയ്ക്ക് മരുഭൂമി മണൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡയറിയിലും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡയറി എഴുതുന്നതൊക്കെ ഒരു ഓർമ്മയാണ്. ഇതാണ് നമ്മുടെ ഡയറി. അതുപോലെ തന്നെ ഈ ബുക്കും രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഡയറിയാണ്. ഇതിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ കണ്ട ഇതിങ്ങനെയാക്കിയിട്ട് ഇങ്ങനെ തുറക്കാം. നല്ല പേജാണ്. ഈ ബുക്കും കൂടെ രാജസ്ഥാനിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്ന ഫൈറ്റർ മീൻ മരിച്ചു പോയിട്ടാ. ഇനി വേറെ ഫൈറ്റർ വാങ്ങിച്ചിടണം. രാജസ്ഥാനികളുടെ തൊപ്പി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ തൊപ്പി, അതുപോലെ തന്നെ വേറെ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അച്ചമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. തങ്ക എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു പേര്, അച്ചമ്മൻ്റെ പേരാണ് തങ്ക. അവിടെ കൈ കൊണ്ട് ഇത് തുന്നിയിട്ട് ഒരു ലെറ്റർ വെച്ചിട്ട് എഴുതിയിട്ട് തന്നതാണ്. അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഇത് അച്ചമ്മയ്ക്ക് കൊടുത്തതിന് കുറച്ച് വീഡിയോ ക്ലിപ്പുകളും കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ്, വാങ്ങിച്ചിട്ട് വന്നതാണ്. കയ്യിൽ കെട്ടുന്നതാണ്. രാജസ്ഥാനെന്ന് അങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് കെട്ടുന്നതാണ്. അവിടെ പഠിക്കേ അച്ചമ്മ കുളിക്കുമ്പോഴൊക്കെ ഇത് ഇടങ്ങേറാണെന്ന് പറയുന്നതുകൊണ്ട് ഞാനിത് നെയ്സിൽ എടുത്തു വെക്കാൻ കൊടുത്തു കേട്ടാ. കയ്യിൽ കെട്ടിയില്ലെങ്കിൽ എടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഒരേ പണിയിലാണ്. പക്ഷെ ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ വയ്യാന്ന് പറയില്ലേ. നിങ്ങളതൊക്കെ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണും. എല്ലാവരും കാണുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാനാണ്. ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കാണ്. ആരെങ്കിലും വന്നാ കാല് വയ്യ കയ്യോ വയ്യ. ഇനി ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ വീട് പണിയൊക്കെ തുടങ്ങാറായേ. അപ്പോൾ അതും കൂടെയാണ് വേഗം വന്നത്. അല്ലെങ്കിൽ വാരണാസി മുംബൈയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കുറ്റിയടി വൈകാണ്ടുണ്ടോ, അതിന് മുമ്പ് കുറച്ചൊരു പണിയും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ വന്നത്. പോരാത്തതിന് വേറെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാമയ്ക്ക് കൊടുക്കാനും അമ്മയ്ക്ക് കൊടുക്കാനും. അത് കുറച്ച് പേഴ്സണലായിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് കാണിക്കാണ്ടിരിക്കണേ. അതുപോലെ തന്നെ വന്ന വീടെത്തിയ നല്ല ഭക്ഷണമാണ് കഴിച്ചത്. വരുന്ന വഴിക്ക് നല്ല ഇഡ്ഡലി കഴിച്ചു, അന്ന് തന്നെ മന്തി കഴിച്ചു, പിന്നെ അമ്മ മീൻ കറി ഉണ്ടാക്കി തന്നു, പിന്നെ നല്ല വീട്ടിലത്തെ ചായ കുടിച്ചു. നമ്മൾ വെളിയിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ വില അറിയുക കേട്ടോ. അവിടെ പോയിട്ട് എനിക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി എത്ര അലഞ്ഞു എന്നറിയാം. ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു 300 രൂപയൊക്കെ വാങ്ങിച്ചു എൻ്റെ കയ്യിൽ നിന്ന്. 300 രൂപ ഒരു ബിരിയാണിക്ക്. അതാണെങ്കിൽ കൊള്ളാത്ത ബിരിയാണി. കച്ചമ്പർ പോലും തന്നില്ല. ഒരു ഉള്ളി മുറിച്ചിട്ടാണ് തന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കിട്ടുന്ന സുഖമുണ്ട്. അത് വേറെ ലെവലാണ്. കഴിച്ച് നമ്മളിനി വേറൊരു വീഡിയോസായിട്ട് വരാം കേട്ടോ. അത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ വീട്ടിലെത്തി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് 3 ദിവസമായി. അപ്പോൾ കുറേ ടയർഡും കാര്യങ്ങളും വരുമ്പോൾ പ്രാന്തായിട്ട് വന്നത്. അതാണ് ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കുറച്ച് വീഡിയോസിൽ അച്ചമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ക്ലിയർ ആയിട്ട് മൂപ്പരാൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാ ആളുകളും വരുന്നവരൊക്കെ ചോദിക്കും അച്ചമ്മനെ കാണാറുണ്ടെന്ന്. പക്ഷെ എന്താണെന്നൊന്നും ക്ലിയർ ആയിട്ട് ഇപ്പോഴും അറിയില്ല മൂപ്പരാൾക്ക് അല്ലേ. ക്യാമറ സെൽഫി ക്യാമറയാണ് ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പൊ ക്യാമറയിൽ അച്ചമ്മനെ കാണുന്നുണ്ട്. അതാണ് കണ്ട. അത് കണ്ടിട്ട് ഭയങ്കര നിങ്ങളല്ലേ കാണണേ? നിങ്ങളെ കാണണ്ടേ? എവിടെ എവിടെ നിങ്ങളെവിടെയാണ്? ഏതാണ് കണ്ടില്ലേ? കണ്ട പ്രായത്തിലേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടി അടിപൊളിയാണ്. വൈകുന്നേരം സമയമൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുതരും. അപ്പൊ കുറെ നാളെ അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ട് ഇനി ഇപ്പൊ ഇടയ്ക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കാല്ലേ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരാട്ടെ. അത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ടാറ്റാ ബൈ ബൈ.